Four main selling principles. Selling is not an event, it is a process. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു സെയിൽസ് നടന്നു കഴിഞ്ഞാൽ അവിടെ ക്ലോസ് ചെയ്യരുത്. കച്ചവടം വാങ്ങിച്ച് ഈ സാധനം അവരെടുത്തിട്ടു ആ പൈസ മാറ്റിയിട്ട് പെട്ടെന്ന് കയറ്റി ഇറങ്ങിയാൽ ക്യാബിനിൽ പുറത്തിറങ്ങുന്ന ചിന്തയെ മാറ്റണം. നമ്മൾ അവിടെ സെയിൽസ് ഒന്ന് കഴിഞ്ഞാൽ അവിടെ തുടങ്ങിയിട്ടുള്ളൂ. നനഞ്ഞ ഇടം കുളിച്ചുകൊണ്ടിരിക്കണം. ഒരവിടെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ആ റിലേഷൻ കീപ്പ് ചെയ്യണം. നാളെ ആ വഴിക്ക് പോകുന്നത് സാറേ എല്ലാം ഓക്കെ അല്ലേ, പ്രൊഡക്റ്റ് എന്തെങ്കിലും വെറുതെ വെച്ചിട്ട് കീപ്പിംഗ് ഓൺ മീറ്റിംഗ് ദ കസ്റ്റമർ. നിങ്ങളുടെ റിലയബിലിറ്റി കൂടും, ട്രസ്റ്റ് എല്ലാ സാധനവും കൂടും. പ്രൊഡക്റ്റ് ഈ 2 തവണ മീറ്റ് ചെയ്യുമ്പോഴല്ലോ നിങ്ങളൊന്നും ചോദിക്കില്ല. നിങ്ങൾ ചോദിക്കുന്നത് സാർ നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം ഓക്കെ, വർക്ക് ചെയ്യുന്നത് എല്ലാം ഓക്കെ, എന്തെങ്കിലും നമ്മളെ ആ മൊബൈൽ പറഞ്ഞിട്ട് നമ്മൾ സർവീസ് ചെയ്ത് ആളുകൾ. ഇത് 3-4 തവണ കയറി കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി റെഫർ ടു സംഭവം. വേറെ എന്തെങ്കിലും ഒരു കേസ് നമ്മൾ നിങ്ങൾ റെഫർ ചെയ്യും. കച്ചവടത്തിന്റെ കാര്യം കേൾക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ഒരു പരിപാടി ഇവന്റെ കച്ചവടം കിട്ടിയാലും കുഴപ്പമില്ല, ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കിട്ടിയാൽ മതി, ഇതോടുകൂടി അവൻ പൊയ്ക്കോട്ടെ, എനിക്ക് വേണ്ട, ഞാൻ 100 പേരെ പിടിച്ചോളാം. നെവർ തിങ്ക് ലൈക്ക് ദാറ്റ്. ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് ഇഷ്ടമില്ലാതെ പോയി കഴിഞ്ഞാൽ അവൻ ഇരട്ടി ദ്രോഹം കൂടി ചെയ്യും. ഒരു 4 പേരുടെ നമ്മൾ വിളിച്ചു ഈ സാധനം എടുക്കുന്നത്. നമ്മളൊരു സാധനം സെയിൽ ചെയ്യുകയോ നമ്മുടെ പ്രൊഡക്റ്റ് സാധനം വിറ്റ് നമ്മൾ കാശ് ഉണ്ടാക്കുന്ന തോന്നരുത്. കസ്റ്റമറിനുള്ള ഒരു പ്രശ്നം നിങ്ങൾ പരിചയപ്പെട്ടു. സാർ നിങ്ങളുടെ വണ്ടി തെറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ SMS മൊബൈലിൽ അയച്ചത് വണ്ടി അവിടെ സ്റ്റോപ്പ് ആവും. മഴ പോകും, മേടിക്കാൻ സ്വാഭാവികമായിട്ട് വാങ്ങിക്കുന്നത് കസ്റ്റമറിന്റെ ആവശ്യത്തിനാണ്, നമ്മുടെ ആവശ്യമില്ല. മാർച്ച് 31 എന്റെ ഇപ്പൊ ലൈസൻസ് കട്ടാവുമ്പോൾ ഒരു പോളിസി എടുക്കുകയോ സാർ എനിക്ക് ഈ മാസം 20 കയറുമ്പോൾ കസ്റ്റമറെ നിർബന്ധിക്കുകയോ ചെയ്യാതെ കസ്റ്റമറിന്റെ പോയിന്റ് കൊടുക്കുക. കസ്റ്റമറിന്റെ ഏതാണ് നീഡ് എന്നുള്ളത് കസ്റ്റമർ മനസ്സിലാക്കി കൊടുക്കുക.